നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പം നമുക്കറിയാം, നമ്മുടെ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുന്ന ദിവസം നമ്മുടെ വിവാഹമാവാം, അങ്ങനെ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ, എന്ത് കർമ്മങ്ങളും ആവട്ടെ, അവിടെ നടക്കുന്ന സമയത്ത് കൊട്ടേഷൻ അടിക്കാനായിട്ട് കുറേ ആളുകൾ കാണും, ഈ കാരണവന്മാർ ചമയാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല. ഒന്നും അറിഞ്ഞുകൂടാത്ത ചില ആളുകൾ വന്നിട്ട് അവിടെ വന്ന് കൊട്ടേഷൻ അടിക്കുകയും ചെയ്യും. എന്തെങ്കിലും വേണ്ടാധീനം ആ ഇടത്ത് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് ഞാൻ അറിഞ്ഞു ചെന്നു. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ചെല്ലുന്നത്. അന്നായിരുന്നു അതിൻ്റെ ചടങ്ങും മരണാനന്തര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ആ ദിവസമായിരുന്നു. അപ്പം രാവിലെ ഞാൻ ബോഡി കാണാനായിട്ട് അവിടെ ചെന്ന് അവൻ്റെ അച്ഛൻ്റെ ബോഡി ഞാൻ കണ്ട് വെളിയിലോട്ട് ഇറങ്ങി അവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ബോഡി ദഹനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പം കർമ്മം ചെയ്യാൻ വരുന്ന ചൂള കൊണ്ടുവരുന്ന വ്യക്തികൾ ഒരു വശത്തായിട്ട് അതിനുള്ള ബോഡി വെക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ചൂള ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി കുഴിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അതൊരു സംസാര വിഷയമായി മാറി. അപ്പം ഞാൻ ചെന്ന് നോക്കുന്ന സമയത്തും അവർ കുഴിച്ചേക്കുന്ന ദിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം പിന്നെ എനിക്ക് അതിനകത്ത് കുറച്ച് അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നു. കാരണം അതിനകത്ത് പെട്ടെന്നൊരാൾ വന്നിട്ട് പറയുന്നു കന്നിമൂല ഭാഗത്താണ് ബോഡി അടക്കേണ്ടുന്നത്, അടുത്ത ആൾ വന്ന് പറയുന്നത് തെക്ക് വശത്താണ് അടക്കേണ്ടുന്നത്. അപ്പോൾ ഇവർ സത്യത്തിൽ ഇതിൻ്റെ അഗ്നികോണിലാണ് സംഭവം ചെയ്തു വെച്ചിരുന്നത്. ഈ സംഭവം ദയിപ്പിക്കാനായിട്ട് വരുന്ന ടീം. അവർക്ക് പൊതുവേ അവർക്കറിയാം, പൂർണ്ണമായിട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിലും ഏകദേശം അവർക്കറിയാം തെക്ക് കിഴക്കേ മൂലയിലാണ് ദയിപ്പിക്കേണ്ടുന്നത്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ചെയ്തു വെച്ചതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചുറ്റും തിരിയാനായിട്ട്, അതായത് ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുട ഉടയ്ക്കാനുമായിട്ടുള്ള സ്പേസ് ആ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് നീക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം പൊതുവേ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ, എല്ലാവരുടെയും വീടുകളിൽ ജനനവും മരണവും എല്ലാം നടക്കാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ മരണം നടന്നതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ എങ്ങനെയാണ്, ഏത് ദിക്കിലാണ് നമ്മളിത് ദഹനം നടത്തേണ്ടുന്നത്, ഇല്ല ബോഡി മറവ് ചെയ്യേണ്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവേ ഹൈന്ദവർക്ക് അവരുടെ വീട്ടിലും അതല്ലെന്നുണ്ടെങ്കിൽ ശ്മശാനത്തിലുമാണ് പൊതുവേ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാറ് ഉള്ളത്. മറ്റു മതസ്ഥർക്ക് അവരുടെ പള്ളികളിലും മറ്റുമായിട്ടാണ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഹൈന്ദവർ എന്നുള്ള നിലയിൽ നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പം ഏകദേശം എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരുവൻ വന്നിട്ട് അവിടെ അഭിപ്രായം പറഞ്ഞ് അവിടെ ഒരു വഷളത്തരം ഉണ്ടാക്കി വെച്ചിട്ട് നാളെ ഒരു സമയത്ത് ഈ പറയുന്നവൻ അവിടെ നിന്ന് പോയതിന് ശേഷം ഇതുമായി തുടർന്ന് വരുന്ന ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ആ കുടുംബത്ത് താമസിക്കുന്ന വ്യക്തികളാണ്. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ചെയ്തിടണമെന്ന് അതിയായ താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തുനിഞ്ഞത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പറഞ്ഞ ആളുകൾക്ക് കറക്റ്റായിട്ട് ദിക്ക് ഏതാണെന്ന് ഉത്തമ ബോധ്യമില്ല. നമുക്ക് ദിക്കുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും മഹാദിക്കുകളുമുണ്ട്, വിദിക്കുകളുമുണ്ട്. അപ്പം ആ വീട് ഒരു ദീർഘ സമചതുരത്തിലുള്ള ഒരു വീടാണ്. ഒരു വല്ലാതെ വീടെന്നല്ല, ആ ഒരു പുരയിടം. ആ പുരയിടത്തിൽ തെക്ക് കിഴക്കായിട്ട് ദർശനമായിട്ട് നിൽക്കുന്ന ഒരു വീടാണ്. അപ്പം ഒരു വീട് വയ്ക്കുമ്പം നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദിക്കിലോട്ട് ദർശനമായിട്ടാണ് നമ്മൾ വീട് വെക്കേണ്ടത്. അപ്പം ആ വീടിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദിക്കാട്ട് നിൽക്കുവാണ്. ആ വിദിക്കെന്ന് പറയുന്നതും നമ്മുടെ വാസ്തുശാസ്ത്രപ്രകാരം, ജ്യോതിഷശാസ്ത്രപ്രകാരമൊക്കെ വിദഗ്ധ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ദോഷങ്ങളുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് മാറ്റാനും പരിഹാരങ്ങളുമുണ്ട്.
എന്നിരുന്നാൽ തന്നെയും ആ വിധിക്കാട്ടിൽ നിൽക്കുന്ന ആ പുരയിടത്തിൽ ഈ തെക്ക് കിഴക്കേ മൂലയെന്ന് പറയുന്നതാണ് നമ്മുടെ അഗ്നി കോണെന്ന് പറയുന്നത്. ഈ അഗ്നി കോണെന്ന് ഞാൻ എടുത്ത് പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം, അവിടെ നിന്ന് സംസാരിച്ച ഒന്നെങ്കിൽ അവൻ്റെ ബന്ധുവാവാം, ഇല്ലേ അയൽപക്കത്തുള്ള ആളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, എന്തോ ആവട്ടെ, ഇച്ചിരി പ്രായമുള്ള ഒരു വ്യക്തിയാണ്. ഒരു 50-60 വയസ്സോളം വരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ വയസ്സിൻ്റെ കാര്യം എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രായത്തിൽ മുതിർന്നവരുമായിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് പോലും കറക്റ്റായിട്ട് നമ്മുടെ ദിക്കുകൾ എന്തുവാണോ, ആ ദിക്കിൻ്റെ പ്രാധാന്യം എന്തുവാണെന്നോ, ആ ദിക്കിൽ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നോ ഒന്നിനെക്കുറിച്ചും ഒരു വ്യക്തമായുള്ള ധാരണയില്ല. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നമ്മൾ അറിയേണ്ടുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളും നാളെ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളും ഈ ദിക്കുകളും ഈ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതും നമ്മുടെ ഈ ദിക്കും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടായിരിക്കും. നമ്മൾ നോക്കിയില്ലെങ്കിലും നാളെ ഒരു സമയത്ത് ഇപ്പോഴത്തെ നിരീശ്വരവാദികളെ പോലെ നാളെ ഈ നിരീശ്വരവാദികൾക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാലും ഇതേ കണക്കുള്ള തെക്ക് വശത്തോട്ടായിരിക്കും ഇവരുടെ പട്ടട എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദിക്കുകൾ എല്ലാവർക്കും പ്രാധാന്യം. അതുകൊണ്ട് ദിക്കുകളെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തമ ബോധ്യം ഇല്ല, ഒരു ചെറിയൊരു അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഇത് തെക്കാണ്, ഈ തെക്ക് വശത്താണ് അടക്കേണ്ടുന്നത് എന്നും പറഞ്ഞ് പുള്ളി ബലം പിടിക്കുമ്പോൾ ഈ വീടിൻ്റെ പ്രധാന വാതിൽ വരുന്നത് കറക്റ്റ് ഈ തെക്ക് വശത്തായിട്ടാണ് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വിധിക്കാട്ട് നിൽക്കുക, തെക്ക് കിഴക്കോട്ടാണ് വീടിൻ്റെ ഫുള്ള് ദർശനം. അതിൻ്റെ മെയിൻ വാതിൽ വരുന്നിടത്ത് തെക്ക് വശമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കയറി വരുമ്പോൾ ആ വാതിലിൻ്റെ തൂക്ക് വരുന്നത് ഏകദേശം തെക്ക് നിന്ന് കിഴക്കോട്ടായിട്ട് മാറിയാൽ വരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിൽ പട്ടട ഒരുക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ ഇവർ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത്, ഈ കർമ്മികൾ വന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് തെക്ക് കിഴക്കേ മൂലയിലാണ്. ആ തെക്ക് കിഴക്കേ മൂലയിൽ കുറച്ച് പ്രയാസം നിന്ന് ചുറ്റാനായിട്ടുള്ളൊരു പ്രയാസമുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് മാറ്റി ചെയ്യാമെന്ന് ആ പ്രദേശത്തിലെ ശാഖയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർക്കും ഇതിനെക്കുറിച്ചും അവരും ഇത് പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. കർമ്മങ്ങളെക്കുറിച്ചും അത് ചെയ്യേണ്ടുന്ന രീതികളെക്കുറിച്ചും എങ്ങനെ ചെയ്യിക്കണമെന്നും ആരെ കൊണ്ട് ചെയ്യിക്കണമെന്നുമുള്ള ഉത്തമ ബോധ്യം എല്ലാ ജാതിയിൽപ്പെട്ട ശാഖാ അംഗങ്ങൾക്കും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരന് ഈ അഗ്നികോണിനെ കാണിച്ചിട്ട് പറയുകയാണ് ഈശാനകോണെന്ന്. എന്താണ് ഈശാനകോൺ? അതിനെക്കുറിച്ച് പോലും ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടും ഞാൻ അവിടെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ച് കുറച്ച് അറിവുകൾ എനിക്കറിയാം, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നൊരു വ്യക്തിയാണെന്നും പറഞ്ഞിട്ടാണ് അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുത്തത്. എന്നിരുന്നാൽ തന്നെ പിന്നെ അവിടെ ഒരു സംസാരം ഉണ്ടായിട്ട് പല ആളുകളുടെ, എൻ്റെ അഭിപ്രായം, പിന്നെ അവിടെ നിൽക്കുന്ന ഒരു 3-4 പേരുടെ അഭിപ്രായം, പിന്നെ ശാഖക്കാരുടെ അഭിപ്രായം, ഇതെല്ലാം കൂടെ വന്ന് ആകെ ഒരു ക്ലാഷായ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ പിന്നെ അവസാനം പറഞ്ഞ് വീട്ടുകാരൻ തീരുമാനിക്കട്ടെ എന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ച്, അന്നേരം ആരോ തെക്കെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞ തെക്ക് തന്നെ ആവട്ടെ എന്ന് പറയുമ്പം ഞാൻ ഈ പറഞ്ഞ പ്രധാന വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പം പുള്ളിക്കാരനും ഇതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം ഇല്ല. അപ്പം നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു ഉത്തമ ബോധ്യം ഉണ്ടാവുക എന്നതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പം സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെയാണ് സാധാരണ നമ്മൾ കിഴക്കെന്ന് പറയുന്നത്. അപ്പം കിഴക്കിനാണ് പ്രാധാന്യം. കിഴക്ക് നിന്നും തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, പിന്നെ വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, ഇങ്ങനെയാണ് സൂര്യൻ്റെ സഞ്ചാരപഥം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഒരുപാടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ ചെറിയ രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമുക്ക് കിഴക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് കിഴക്ക്. ഈ തെക്ക് കിഴക്കിനെ നമ്മൾ മെയിനായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യമകണ്ഠം ഇല്ലേ, അഗ്നികണ്ഠം എന്ന് പറയും. ഈ യമകണ്ഠം അഗ്നികണ്ഠം എന്ന് പറയുന്നതിനെ നമുക്ക് അഗ്നികോണെന്നും പറയാം. നമുക്ക് കോണളവല്ലേ, കണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. കോണളവിൽ വരുമ്പം അതിനെ അഗ്നികോണെന്ന് പറയും. ഈ അഗ്നികോണിലാണ് അഗ്നി എരിയേണ്ടത്. അതായത് നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട ശവസംസ്കാരമാണ് നമുക്ക് മെയിനായിട്ടും ഉള്ളത്. അതുകൊണ്ട് അതിനെ ആ ഭാഗത്തെ നമുക്ക് അഗ്നികോണെന്ന് പറയാം. ആ ഭാഗത്താണ് അഗ്നി എരിയേണ്ടുന്നത്.
തെക്ക് വശത്തെ യമൻ്റെ ദിക്കായിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറേ മൂല നമ്മൾ പറയുന്നത് കന്നിമൂല എന്ന് പറയും. നിവൃത്തി കണ്ടമെന്നും പറയും, ദേവകണ്ഠമെന്നും പറയും. ഇതിനെയാണ് കന്നിമൂല എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നതാണ് പടിഞ്ഞാറ്. പിന്നെ അടുത്ത വരുന്നത് വടക്ക് പടിഞ്ഞാറാണ്. വടക്ക് പടിഞ്ഞാറിനെ നമ്മൾ അസുരകണ്ഠം അഥവാ വായുകണ്ഠം എന്ന് പറയും. വായു കോണെന്ന് നമ്മൾ പറയും. അസുരകണ്ഠം അഥവാ വായു കോണ്. പിന്നെ നമുക്ക് വരുന്നത് വടക്കാണ്, കുബേരൻ്റെ സ്ഥാനം. പിന്നെ വരുന്നത് വടക്ക് കിഴക്കാണ്. വടക്ക് കിഴക്ക് ഈശാന കോൺ അഥവാ മനുഷ്യകണ്ഠം എന്ന് പറയും. അപ്പം ഈ ഈശാന കോണ് എന്തുവാണ്, അഗ്നികോണ് എന്തുവാണ്, ഇവിടെയൊക്കെ എന്താണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശാന കോണിൽ നമുക്ക് പൂജാമുറി വരാം. അതുപോലെ തന്നെ മെയിനായിട്ട് പൂജാമുറി വരാം, അടുക്കള വരാം, കിഴക്ക് അടുക്കള വരാം. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തിന് നമുക്ക് എന്ത് വരാം, ഈ പറഞ്ഞ കണക്ക് അടുക്കള വരാം. അഗ്നി എരിയണമെന്നുള്ളതാണ്, അഗ്നി കോണാണത്. അപ്പോൾ അവിടെ അഗ്നിക്കാണ് പ്രാധാന്യം. അപ്പോൾ നമ്മുടെ വീട്ടിൽ മരണം സംഭവിക്കുമ്പോൾ ശവസംസ്കാരം നടത്തേണ്ടുന്നത് അഗ്നിയിലായതുകൊണ്ട് ആ അഗ്നി എരിയേണ്ടുന്ന ഇടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഗ്നികോണിലാണ്. പിന്നെ വരുന്നത് കന്നിമൂല നമുക്ക് മെയിനായിട്ടും ബെഡ്റൂം പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ടും വരേണ്ടുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ ദിക്കും വിദിക്കുകളും ദിക്കുകളുടെ കോണുകൾ, അതായത് 2 ദിക്കുകൾ വന്ന് സംഗമിക്കുന്ന ഇടം, ഇതിൻ്റെ പേരിനെക്കുറിച്ചും ഇവിടെയൊക്കെ എന്തൊക്കെയാണ് വരേണ്ടുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമ്മളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ആളുകളുടെ അറിവില്ലായ്മയെ നമുക്ക് തിരുത്തി, ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് അത് തിരുത്താനുള്ള സന്മനസ്സും അതാണ് ശരി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും, ഉത്തമമായ ബോധവുമാണ് നമുക്ക് വേണ്ടുന്നത്. എന്നിരുന്നാൽ തന്നെയും അവിടെ അവസാനം ഞാൻ ഈ പറഞ്ഞ ഈ അഗ്നികോണിൽ തന്നെ കുറച്ചും കൂടെ മാറി, അതായത് ആദ്യം അവർ ചെയ്തത് ഒരു സൈഡ് ഒതുങ്ങി ഞാൻ പറഞ്ഞ പോലെ നിന്ന് ചുറ്റാനുള്ള ഇടമില്ലാത്തത് കൊണ്ടും, പിന്നെ അവിടെ ഒരു ജനലിൻ്റെയും ഭിത്തികളൊക്കെ വന്ന് കയറുന്നതിൻ്റെ ഒരു ദിശയൊക്കെ നോക്കി ആണ് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറ്റി ഞാൻ പറഞ്ഞ ഭാഗത്ത് തന്നെ ആ ശാഖയിലുള്ള മുതിർന്ന ആളും കൂടെ ചേർന്നിട്ട് അവസാനം ആ കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ബാക്കിയുള്ളവരുടെ അറിവില്ലായ്മ അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിക്കുകളെക്കുറിച്ച് അറിയുക, ആ ദിക്കുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയുക. ഒരു ദിക്കും നമുക്ക് മോശമായിട്ടുള്ളവയല്ല, എല്ലാ ദിക്കിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അറിവില്ലാത്ത ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെയും ഒരു നല്ല മാർഗത്തിലേക്ക്, അതായത് ഒരു കർമ്മം നമ്മളെ വീട്ടിൽ നടക്കുമ്പോൾ അതെങ്ങനെയാണ്, ശരിയാണോ തെറ്റാണോ, ഇതുമായിട്ട് നാളെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവശങ്ങളും നമ്മളിലേക്ക് വന്ന് ഭവിക്കരുത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വിശേഷപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.